ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ നമ്മൾ അരിയൊക്കെ വാങ്ങി ധാരാളം സ്റ്റോക്ക് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ധാരാളം ഇതുപോലെ അരിയൊക്കെ വാങ്ങി നമ്മൾ ബക്കറ്റിലും അതുപോലെ തന്നെ ടിന്നിലൊക്കെ സ്റ്റോക്ക് ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ് അരി പൂപ്പൽ പിടിച്ചു പോകുക. പ്രത്യേകിച്ചും ഈ തണുപ്പുള്ള ഒരു സമയത്ത് അരിയിൽ പെട്ടെന്ന് പൂപ്പൽ വരികയും അതുപോലെ തന്നെ ചെള്ള്, പ്രാണി എന്നിവ കയറി കൂടുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഏത് അരി ആയിക്കോട്ടെ നമുക്കിതുപോലെ സംഭവിക്കുന്നത് സാധാരണയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് നമുക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ വെളുത്തുള്ളിയാണ് കേട്ടോ. എന്നാൽ വെളുത്തുള്ളി ഇതുപോലെ അല്ലിയായിട്ടേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഇതാ ഇതിൻ്റെ ഈ ഒരു തൊലി മതി കേട്ടോ. നമുക്കത് അതിൻ്റെ ഈ ഒരു തൊലി ഉണ്ടല്ലോ, ഈ ഒരു തൊലി മതിയെ ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് വെള്ളുള്ളിയുടെ ആ ഒരു സ്മെല്ല് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ മതി. അത്ര മാത്രമേ വേണ്ടൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വേര് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഒരു സ്മെല്ല് മാത്രം മതി. ഇത് നമ്മൾ ഈ അരിയിലേക്ക് ജസ്റ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും പ്രാണികളും അതുപോലെ തന്നെ ആ ഒരു പൂപ്പലൊന്നും വരില്ല കേട്ടോ അരിയിലേക്ക്. അപ്പോൾ നമുക്കിത് തീർച്ചയായും നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്കത് ഏത് അരി ആയാലും, പച്ചരി ആയാലും കഴുമയുടെ ഏത് തരം അരി ആയാലും നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ വെയിലത്ത് വെക്കുന്ന സമയത്തും ഇതുപോലെ തൊലി ഇട്ട് കൊടുത്ത് വെയിലത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായി പറയുന്നത് നമ്മുടെ കുക്കറിൻ്റെ ഒരു ടിപ്പാണ് കേട്ടോ. കുക്കർ സാധാരണ പലരും പരിപ്പ് ഇതൊക്കെ വെക്കുന്ന സമയത്ത് അടിയിൽ പിടിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ചിലപ്പോൾ ഗീ റൈസൊക്കെ ചിലത് അടിയിൽ പിടിച്ചു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുപോലെ അടിയിൽ പിടിക്കാതിരിക്കാൻ നമുക്ക് ചെയ്യുന്ന ഒരു ടിപ്പെന്ന് പറയുന്നത് കുറച്ച് വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടിച്ചതിന് ശേഷം നന്നായി ഒന്ന് ഇതിൻ്റെ അടിഭാഗത്തൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഇതിൻ്റെ അടിഭാഗത്ത് ഈ വക്കിലൊക്കെ ഒന്ന് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ പരിപ്പോ എന്താണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അടിയിൽ പിടിക്കാതിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഉൾഭാഗം മാത്രമല്ല, നമ്മുടെ ഈ മൂടിയിലും ഇതുപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ മൂടിയിലും ഇതുപോലെ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അതുപോലെ ഈ വക്കിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നിങ്ങൾ എന്ത് വേണമെങ്കിലും പാകം ചെയ്താലും അടിയിൽ പിടിക്കില്ല, കുക്കർ വിസിലിട്ടാലും. അതേപോലെ തന്നെ പലർക്കുള്ളൊരു സംശയമാണ് ഈ ഒരു വാഷർ എന്ന് പറയുന്നത് ലൂസാവുന്നത്. ഈ വാഷർ പെട്ടെന്ന് ലൂസായി പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പറയുന്നത് നമ്മുടെ ഫ്രീസറിലാണ് കേട്ടോ. ഫ്രീസറിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് വെച്ചാൽ തന്നെ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഒരു ടൈറ്റ് ആവും. അപ്പോൾ ഇത് ടൈറ്റ് ആകുമ്പോൾ ഇതുപോലെ ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടൈറ്റായി കിട്ടും. അപ്പോൾ നമുക്കത് വീണ്ടും നമുക്ക് ഒന്ന് കറക്റ്റായിട്ട് ഫിറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു താൽക്കാലികമായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണിത്. വല്ലാണ്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് വാഷറും മാറ്റി യൂസ് ചെയ്യാം. അല്ലാതെ പെട്ടെന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു 10 മിനിറ്റ് ഫ്രീസ് ചെയ്താൽ തന്നെ റെഡി ആയിക്കോളും.